യരലവ ചിത്രകൂടത്തിലേക്ക് സ്വാഗതം. ഒരു സിനിമയെക്കുറിച്ച് സംസാരിക്കുമ്പോൾ നമ്മൾ സംസാരിക്കുന്നത് ആ സിനിമയെക്കുറിച്ച് മാത്രമല്ല, ഒരു കാലഘട്ടത്തെക്കുറിച്ച് കൂടിയാണ്. 1970-കളിൽ മലയാള സിനിമ ജീവിച്ചിരുന്നത് സ്റ്റുഡിയോയുടെ 4 ചുവരുകൾക്കുള്ളിലാണ്. കൃത്രിമമായ വെളിച്ചം, അലങ്കരിച്ച സെറ്റുകൾ, അവിടെ തന്നെ കെട്ടിയുണ്ടാക്കിയ ഗ്രാമങ്ങൾ. ആ കാലത്താണ് ക്യാമറയും അഭിനേതാക്കളെയും കൂട്ടി നേരെ മലപ്പുറത്തെ ഒരു ഗ്രാമത്തിലേക്ക് കുറച്ചു പേർ ഒരു സിനിമ നിർമ്മിക്കാൻ പോയത്. യഥാർത്ഥ നദി, യഥാർത്ഥ വീട്ടുകാർ, യഥാർത്ഥ മനുഷ്യരുടെ മുഖങ്ങൾ, ഓളവും തീരവും. ഈ ചിത്രം മലയാള സിനിമയിൽ പുതിയ ഒരു വാതിൽ തുറന്നു. അകത്തളങ്ങളിൽ നിന്ന് പുറം ലോകത്തേക്ക്. അതിനുശേഷം മലയാള സിനിമ പഴയതുപോലെ ആയതേയില്ല. മലയാള സിനിമയുടെ ആ ഒഴുക്കിൻ്റെ കഥയാണ് ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത്. ഈ ചിത്രം സംവിധാനം ചെയ്തത് PN മേനോനാണ്. അദ്ദേഹം അതുവരെ അറിയപ്പെടുന്ന ചിത്രകാരനായിരുന്നു. ഒരാളുടെ ആദ്യ സിനിമ തന്നെ ഒരു വ്യവസായത്തിൻ്റെ ദിശ മാറ്റിക്കളഞ്ഞ അപൂർവ സന്ദർഭങ്ങളിലൊന്നാണിത്. ഇതാണ് മലയാള സിനിമയിലെ പുതിയ തരംഗത്തിൻ്റെ തുടക്കമെന്ന് ചരിത്രം രേഖപ്പെടുത്തുന്നത്. ലെനിൻ രാജേന്ദ്രൻ ഉൾപ്പെടെയുള്ളവർ PN മേനോനെ ആധുനിക മലയാള സിനിമയുടെ പിതാവ് എന്ന് വിളിച്ചതിൻ്റെ കാരണം ഇതാണ്. ഈ ചിത്രത്തിന് ശേഷം സ്വയംവരം, നിർമാല്യം പോലുള്ള ചിത്രങ്ങളിലേക്കുള്ള വഴിയാണ് തുറന്നത്. ഈ കഥയുടെ ജനനം ഒരു സിനിമയ്ക്ക് വേണ്ടിയായിരുന്നില്ല എന്നതാണ് രസകരം. MT വാസുദേവൻ നായർ 1957 എഴുതിയ ഒരു ചെറുകഥയായിരുന്നു ഓളവും തീരവും. നീലക്കടലാസ്, നുറുങ്ങുന്ന ശൃംഖലകൾ, ഒരു പിടി കുന്നിക്കുരു, ഒരു ദിവസം കഴിഞ്ഞു എന്നീ കഥകളോടൊപ്പം ഒരു സമാഹാരത്തിലാണ് ഇത് വന്നത്. പിന്നീട് MT തന്നെ ഈ കഥയെ തിരക്കഥയാക്കി. ഇവിടെ ഒരു കാര്യം ശ്രദ്ധിക്കണം. MTയുടെ സാഹിത്യലോകം പൊതുവെ നായർ തറവാടുകളുടെ ലോകമാണ്. എന്നാൽ ഇവിടെ അദ്ദേഹം ആ പരിചിത ഇടത്തിൽ നിന്ന് മാറി മലബാറിലെ മാപ്പിള മുസ്ലിം സമൂഹത്തിൻ്റെ ജീവിതത്തിലേക്ക് ഇറങ്ങി. ഒരു സമൂഹത്തിൻ്റെ ഭാഷയും വിശ്വാസവും ജീവിത രീതിയും ഇത്ര ആധികാരികമായി, ഇത്ര ആദരവോടെ അവതരിപ്പിക്കുക എന്നത് അന്നത്തെ മലയാള സിനിമയിൽ അപൂർവമായിരുന്നു. കഥ ഇങ്ങനെയാണ്. ബാപ്പുട്ടി ഒരു ലളിതഹൃദയനായ ചെറുപ്പക്കാരൻ. കാട്ടിൽ നിന്നും വെട്ടിയെടുക്കുന്ന മരം കുത്തിയൊഴുകുന്ന പുഴയിലൂടെ കല്ലായിയിലെത്തിക്കുന്ന ജോലി. അബ്ദുവിൻ്റെ സഹായിയായിട്ടാണ് ബാപ്പുട്ടി ജോലി ചെയ്യുന്നത്. വളരെ മുൻപേ വീട് വിട്ട ആളാണ് അബ്ദു. വാഴക്കടവത്ത് അയാളുടെ കുടുംബം, ഉമ്മയും സഹോദരിയുമുണ്ട്. അനിയത്തിയെയും ഉമ്മയെയും ഉപേക്ഷിച്ചാണ് അയാൾ നാടുവിട്ടത്. ദാരിദ്ര്യത്താൽ മോശം വഴികളിലൂടെ സഞ്ചരിക്കേണ്ടി വന്ന ഉമ്മയെ അയാൾക്ക് വെറുപ്പാണ്. യാത്രക്കിടയിൽ അബ്ദു മരിക്കുന്നു. ബാപ്പുട്ടി അബ്ദുവിൻ്റെ സാധനങ്ങളുമായി വള്ളത്തിൽ അബ്ദുവിൻ്റെ വീട്ടിലെത്തുന്നു. അവിടെ വെച്ച് അബ്ദുവിൻ്റെ സഹോദരി നബീസയിൽ ബാപ്പുട്ടിക്ക് പ്രണയമുണ്ടാകുന്നു. പക്ഷേ നബീസയുടെ അമ്മ ബീവാത്തു പണമുള്ള കുഞ്ഞാലിക്ക് മകളെ വിവാഹം ചെയ്തു കൊടുക്കാൻ ആഗ്രഹിക്കുന്നു. ദാരിദ്ര്യവും അരക്ഷിതാവസ്ഥയും, അവിടെ നിന്ന് വരുന്ന ഒരമ്മയുടെ പ്രാക്ടിക്കൽ തീരുമാനം. ബാപ്പുട്ടിയുടെ സ്നേഹം ആ യാഥാർത്ഥ്യത്തിന് മുന്നിൽ പരാജയപ്പെടുന്നു. ഇത് കേട്ടാൽ ഒരു സിമ്പിൾ പ്രണയകഥ ആണെന്ന് തോന്നാം. പക്ഷേ ഇതിൻ്റെ ആഴം അതല്ല. ഈ ചിത്രം നിലമ്പൂരിൻ്റെ പുഴയോര ജീവിതം, മരം കയറ്റിയിറക്കം, വള്ളക്കാർ, മാപ്പിള സമൂഹത്തിൻ്റെ ദിനചര്യ, അവരുടെ വിശ്വാസാചാരങ്ങൾ, ഇവയെല്ലാം ഒരു ഡോക്യുമെൻ്ററിയുടെ സത്യസന്ധതയോടെ ഒപ്പിയെടുക്കുന്നു. ദാരിദ്ര്യം തന്നെ ഒരു ക്യാരക്ടറാണ് ഈ സിനിമയിൽ. അത് മനുഷ്യരുടെ തെരഞ്ഞെടുപ്പുകളെ, അവരുടെ സ്നേഹത്തെ പോലും എങ്ങനെ നിയന്ത്രിക്കുന്നു എന്ന് ഈ ചിത്രം നിശബ്ദമായി പറയുന്നു. അലങ്കാരമില്ലാത്ത, ഗ്ലാമറൈസ് ചെയ്യാത്ത ഒരു ജീവിതം. ഈ ചിത്രത്തിൻ്റെ ഏറ്റവും വിപ്ലവകരമായ വശങ്ങളിലൊന്ന് സംഭാഷണമാണ്. അക്കാലത്തെ മലയാള സിനിമയിൽ എല്ലാ കഥാപാത്രങ്ങളും ഒരേ സ്റ്റാൻഡേർഡ് മലയാളമാണ് സംസാരിച്ചിരുന്നത്. ഒരു പുസ്തകത്തിൽ നിന്ന് വായിക്കുന്നത് പോലെ. അതിന്റെ ഗുണം ഞാൻ കണ്ടു. വഴി പോണവരൊക്കെ കയറി എന്തും പറയും, എന്തും കാട്ടാം. എന്റെ പ്രായത്തിലുള്ള കുട്ടികള് എന്നെ കണ്ടാൽ മിണ്ടൂല്ല. കൂടിക്കഴിഞ്ഞാൽ അവര് ചീത്തപ്പെടുന്ന തന്തേം തള്ളേം പറഞ്ഞു കൊടുക്കും. ഒക്കെ എനിക്കറിയാം ഉമ്മ. ഉമ്മാക്കറിയുന്ന പോലെ ആർക്കും അറിഞ്ഞു. എന്നാൽ MT ഇവിടെ ചെയ്തത് നിലമ്പൂരിലെ മാപ്പിള സമൂഹത്തിൻ്റെ തനതായ ഭാഷാഭേദം,
ഉച്ചാരണം, ശൈലി അതേപടി സംഭാഷണങ്ങളിൽ കൊണ്ടുവന്നു എന്നതാണ്. ഇത് ഒരു ചെറിയ കാര്യമല്ല. ഒരു പ്രദേശത്തിൻ്റെ, ഒരു സമൂഹത്തിൻ്റെ ഭാഷ ആദ്യമായി ശരിയായ മലയാളമായി തിരശ്ശീലയിൽ അംഗീകരിക്കപ്പെട്ടു. ആ ഭാഷയിലും ഒരു സൗന്ദര്യമുണ്ടെന്ന് മലയാള സിനിമ ആദ്യമായി തിരിച്ചറിഞ്ഞു. ഈ ശൈലി പിന്നീട് മലയാള സിനിമയിൽ ഒരു സ്ഥിരം രീതിയായി മാറി. ഓരോ പ്രദേശത്തിൻ്റെയും തനത് ഭാഷ ആ പ്രദേശത്തെ കഥാപാത്രങ്ങൾക്ക് നൽകുക എന്നത് അതിൻ്റെ വിത്ത് പാകിയത് ഈ ചിത്രമാണ്. ഈ തിരക്കഥയ്ക്കായിരുന്നു 1970 കേരള സംസ്ഥാന ചലച്ചിത്ര അവാർഡ് MT വാസുദേവൻ നായർക്ക് ലഭിച്ചത്. ഈ ശൈലി പിന്നീട് മലയാള സിനിമയിൽ ഒരു സ്ഥിരം രീതിയായി. ഓരോ പ്രദേശത്തിൻ്റെയും തനത് ഭാഷ ആ പ്രദേശത്തെ കഥാപാത്രങ്ങൾക്ക് നൽകുക എന്നത് അതിൻ്റെ വിത്ത് പാകിയത് ഈ ചിത്രമാണ്. ഈ തിരക്കഥയ്ക്കായിരുന്നു 1970 കേരള സംസ്ഥാന ചലച്ചിത്ര അവാർഡ് MT വാസുദേവൻ നായർക്ക് ലഭിച്ചത്. എന്താണ് ഈ തിരക്കഥയെ വ്യത്യസ്തമാക്കുന്നത് എന്ന് ചോദിച്ചാൽ എക്കോണമി എന്ന് പറയാം. ഓരോ രംഗവും ആവശ്യമുള്ളത് മാത്രം പറയുന്നു. അനാവശ്യമായ നാടകീയതയില്ല. കഥാപാത്രങ്ങളുടെ നിശബ്ദതയിൽ പോലും ഒരു കഥയുണ്ട്. ബാപ്പൂട്ടിയുടെ നിസ്സഹായത ഒരു വലിയ ഡയലോഗ് കൊണ്ടല്ല, ഒരു നോട്ടം കൊണ്ടോ ഒരു നിശ്വാസം കൊണ്ടോ ആണ് പ്രകടമാക്കുന്നത്. വാക്കുകളെ ദൃശ്യങ്ങളാക്കുന്ന വിദ്യ, അതാണ് സാഹിത്യത്തെ സിനിമയാക്കുന്നത്. മങ്കട രവിവർമ്മയാണ് ഈ ചിത്രത്തിൻ്റെ ഛായാഗ്രാഹകൻ. അദ്ദേഹത്തിന് ബെസ്റ്റ് സിനിമോട്ടോഗ്രാഫി അവാർഡ് നേടിക്കൊടുത്തത് ഈ ചിത്രമാണ്. ഈ ചിത്രത്തിൻ്റെ ഛായാഗ്രഹണം ഒരു പുതിയ ഭാഷയായിരുന്നു. പ്രകൃതിദത്ത വെളിച്ചം, സൂര്യോദയത്തിൻ്റെ, സന്ധ്യയുടെ, പുഴയുടെ ഉപരിതലത്തിൽ പ്രതിഫലിക്കുന്ന വെളിച്ചം, നിലമ്പൂരിൻ്റെ പുഴയും തീരവും ഒരു ക്യാരക്ടറായി മാറുന്നു. അതുകൊണ്ട് തന്നെയാണ് ചിത്രത്തിൻ്റെ പേര് ഓളവും തീരവുമായത്. ഈ വിഷ്വൽ ലാംഗ്വേജ് പിന്നീട് മലയാള ആർട്ട് സിനിമയുടെ ഒരു ട്രേഡ് മാർക്കായി മാറി. ക്യാമറ കഥാപാത്രങ്ങളെ നോക്കുന്നത് പോലെ, ഒരു മനുഷ്യൻ്റെ കണ്ണിലൂടെ ലോകം കാണുന്നത് പോലെ. ഈ ചിത്രത്തിൻ്റെ ഏറ്റവും ഹൃദ്യമായ ഭാഗമാണ് സംഗീതം. സംഗീതം നൽകിയത് MS ബാബുരാജ്, കോഴിക്കോടിൻ്റെ സംഗീതാത്മാവ്. ഈ ചിത്രത്തിൽ ബാബുരാജ് ചെയ്തത് അസാധാരണമായ ഒരു കാര്യമാണ്. ചലച്ചിത്ര ഗാനങ്ങൾക്കൊപ്പം മാപ്പിളപ്പാട്ടിൻ്റെ തനത് ശൈലിയും കൊണ്ടുവന്നു. P. ഭാസ്കരൻ എഴുതിയ ഗാനങ്ങൾക്കൊപ്പം പ്രസിദ്ധ മാപ്പിളപ്പാട്ട് കവി മൊയിൻകുട്ടി വൈദ്യരുടെ രചനകളും ഈ ചിത്രത്തിൽ ഉൾപ്പെടുത്തി. ഒരു സിനിമയിൽ ഫോക്ക് ട്രഡീഷൻ, ഫിലിം മ്യൂസിക്കും ഇത്ര ഭംഗിയായി ഇഴചേർന്നത് അപൂർവമാണ്. മണിമാരൻ തന്നത് പണമല്ല പൊന്നല്ല, മണിമാരൻ തന്നത് പണമല്ല പൊന്നല്ല, മധുരക്കിനാവിന്റെ കരിമ്പിൻ തോട്ടം. യേശുദാസും മച്ചാട് വാസന്തിയും ചേർന്ന് പാടിയ ഗാനം. ഇതാണ് ഈ ചിത്രത്തിലെ ഏറ്റവും പോപ്പുലറായ ഗാനങ്ങളിലൊന്ന്. P. ഭാസ്കരൻ്റെ വരികൾ. കവിളിലുള്ള മാരിവില്ലിന് കണ്ടമാനം തുടുതുടുപ്പ്, കവിളിലുള്ള മാരിവില്ലിന് കണ്ടമാനം തുടുതുടുപ്പ്, കരളിലുള്ള പൈങ്കിളിക്ക് ചിറകിനുള്ളിൽ പിടപിടപ്പ്. P. ലീലയും കോറസും. S. ജാനകിയുടെ ശബ്ദത്തിൽ 2 പാട്ടുകൾ. ആദ്യത്തേത് ഇടയ്ക്കൊന്ന് ചിരിച്ചും ഇടയ്ക്കൊന്ന് കരഞ്ഞും ഇടവപ്പാതിയും ഓടിയെത്തി എന്ന ഗാനം. ഇടയ്ക്കൊന്നു ചിരിച്ചും ഇടയ്ക്കൊന്നു കരഞ്ഞും ഇടവപ്പാതിയും ഓടിയെത്തി. അടുത്തത് ചാമ്പക്കം ചോലയിൽ ചന്ദനച്ചോലയിൽ. ചാമ്പക്കം ചോലയിൽ ചന്ദന പൂഞ്ചോലയിൽ ചാഞ്ഞു നിൽക്കും ചമ്പകത്തിൽ ചങ്ങാടം കെട്ടി. പ്രകൃതിയും വികാരവും ഇഴചേർത്ത ഗാനങ്ങൾ. ഏറ്റവും ശ്രദ്ധേയം ബാബുരാജ് സ്വയം പാടിയ ഒയ്യേ എനിക്കൊണ്ട് തുടങ്ങിയ ഗാനങ്ങൾ. നീക്കുണ്ട് പയ്യൽ തീറായത്തിൽ ഒത്തൊരു മീത്തകളിറ്റും കൊണ്ട് കണ്ടാറക്കട്ടുമ്മൽ വെണ്ടരള കഥ തന്നതിലുണ്ടാനേ ഒരുത്തി കണ്ണിലുദിച്ച കമർ പോൽ മുഖം കത്തിലങ്കി മാറിന്താനേ. മൊയിൻകുട്ടി വൈദ്യരുടെ വരികളിൽ തനി മാപ്പിളപ്പാട്ട് ശൈലിയിൽ ആലപിച്ചവ.
ബാബുരാജിൻ്റെ സ്വന്തം സാംസ്കാരിക വേരുകളിൽ നിന്ന് വന്ന ഒരു സംഗീതം. അതുകൊണ്ടാണ് ഈ ഗാനങ്ങൾക്ക് ഇത്ര ആധികാരികത തോന്നുന്നത്. ഒരു സിനിമയിൽ ഒരു സമൂഹത്തിൻ്റെ സ്വന്തം സംഗീത പാരമ്പര്യത്തെ ഇത്ര ബഹുമാനത്തോടെ ഉൾപ്പെടുത്തുക, ഇത് മലയാള സിനിമാ സംഗീത ചരിത്രത്തിൽ ഒരു സുപ്രധാന നിമിഷമാണ്. ഈ ചിത്രത്തിന് ജീവൻ നൽകിയ അഭിനേതാക്കളിലേക്ക് വരാം. മധുവായിരുന്നു ബാപ്പുട്ടി. തോണിപ്പണി എടുക്കും. ഇനി എനക്കും ഉമ്മാക്കും സുഖമായല്ലോ തോന്നിയാണ്. മധുവിൻ്റെ കരിയറിലെ ഒരു നാഴികക്കല്ലാണ് കഥാപാത്രം. ബാപ്പുട്ടി ഒരു ഹീറോ അല്ല, സ്നേഹത്തിനായി കാത്തിരിക്കുന്ന പക്ഷേ ജീവിത യാഥാർത്ഥ്യങ്ങളോട് പൊരുതാൻ കഴിയാത്ത ഒരു സാധാരണ മനുഷ്യൻ. മധു ഈ കഥാപാത്രത്തിന് നൽകിയ അമിത നാടകീയതയില്ലാത്ത എന്നാൽ ഉള്ളിൽ ഒരു സമുദ്രം ഒളിപ്പിച്ച അഭിനയം, അതാണ് ഈ കഥാപാത്രത്തെ അനശ്വരമാക്കുന്നത്. ഉഷാ നന്ദിനി നബീസയായി. കരയുന്നില്ല. ബീവാത്തുമ്മയുടെ മോക്ക് കരയാൻ പാടില്ലല്ലോ. എല്ലാവർക്കും ഇഷ്ടം പോലെ പറയും. നിസ്സഹായതയും നിശബ്ദമായ പ്രതിഷേധവും ഒരുമിച്ച് വഹിക്കുന്ന കഥാപാത്രം. ആ കണ്ണുകളിൽ ഒരു കാലഘട്ടത്തിലെ സ്ത്രീകളുടെ പരിമിതികളും സ്വപ്നങ്ങളും പ്രതിഫലിക്കുന്നുണ്ട്. ഫിലോമിന ബീവാത്തുവായി. നബീസയുടെ ഉമ്മ. കിട്ടണ്ടേ? ഓർമ്മയുണ്ടല്ലോ, അതൊക്കെ തന്നെ വലിയ കാര്യം. ഇതാണ് ഈ ചിത്രത്തിന് ഏറ്റവും ശക്തമായ പ്രകടനങ്ങളിൽ ഒന്ന്. 1970 രണ്ടാമത്തെ നല്ല നടിക്കുള്ള അവാർഡ് ഫിലോമിനയ്ക്ക് ഈ കഥാപാത്രത്തിലൂടെ ലഭിച്ചു. ബീവാത്തു ഒരു വില്ലത്തിയല്ല, ദാരിദ്ര്യത്തിൻ്റെ സമ്മർദ്ദത്തിൽ തൻ്റെ മകൾക്ക് സുരക്ഷിതത്വം തിരഞ്ഞെടുക്കാൻ നിർബന്ധിതയായ ഒരു അമ്മ. ഒരേ സമയം കഠിനയും നിസ്സഹായയുമായ ആ മനസ്സിനെ ഫിലോമിന വളരെ മനുഷ്യത്വത്തോടെ അവതരിപ്പിച്ചു. ജോസ് പ്രകാശ് കുഞ്ഞാലിയായി. പണം ഉണ്ടാക്കിട്ട് എന്താ കാര്യം? നമ്മുടെ നാട് നാട് ആ എതിരാളി കഥാപാത്രത്തിനും ഒരു മാനുഷിക മുഖം നൽകി. നെല്ലിക്കോട് ഭാസ്കരൻ അബ്ദുവായി. അല്ലാത്ത പകച്ച് അതിന്റെ ഉമ്മയെ പറ്റിയായിരുന്നു. മിണ്ടാണ്ട് ചിരിച്ചുകൊണ്ട് കേൾക്കേണ്ടി വന്നപ്പോ പടച്ചോനോടും കൂടി എനിക്കന്ന് വെറുപ്പ് തോന്നി. ബാപ്പുട്ടിയുടെ മരണാസന്നനായ സുഹൃത്ത് ചിത്രത്തിൻ്റെ തുടക്കത്തിൽ തന്നെ ഒരു വൈകാരിക ആഴം സൃഷ്ടിക്കുന്നുണ്ട്. നിലമ്പൂർ ബാലൻ, പറവൂർ ഭരതൻ, ആലമ്മൂടൻ തുടങ്ങിയ അഭിനേതാക്കൾ. ഇവർ എല്ലാവരും ആ ഗ്രാമത്തിൻ്റെ ഭാഗമായി അവിടുത്തെ മനുഷ്യരായി തോന്നിച്ചു. ഒരാൾ പോലും അഭിനയിക്കുന്നു എന്ന് തോന്നില്ല, അവർ ജീവിക്കുന്നു. ഓരോ അഭിനേതാവിനെയും ആ മണ്ണിൻ്റെ ഭാഗമാക്കി മാറ്റിയതാണ് PN മേനോൻ്റെ സംവിധാന മികവ്. ഇനിയൊരു കാര്യം പറയണം. ഈ ചിത്രത്തെക്കുറിച്ച് സംസാരിക്കുമ്പോൾ പലപ്പോഴും വിട്ടുപോകുന്ന ഒരു കൗതുകം. ഈ സിനിമയിൽ പ്രവർത്തിച്ച പല പേരുകളും പിൻകാലത്ത് മലയാള സിനിമയിലെ വലിയ സംവിധായകരായി മാറി എന്നതാണ്. MT വാസുദേവൻ നായർ ഈ ചിത്രത്തിൻ്റെ എഴുത്തുകാരൻ. പിന്നീട് നിർമാല്യം പോലുള്ള ചിത്രങ്ങൾ സംവിധാനം ചെയ്ത് മലയാള സിനിമയിലെ ഏറ്റവും ആദരിക്കപ്പെടുന്ന സംവിധായകരിൽ ഒരാളായി. ഈ ചിത്രത്തിൻ്റെ ഛായാഗ്രാഹകൻ മങ്കട രവിവർമ്മയും പിന്നീട് സംവിധാന രംഗത്തേക്ക് കടന്നു. നിർമ്മാതാവ് PA ബക്കർ. ഇവിടെ വെറും പ്രൊഡ്യൂസറായിരുന്ന അദ്ദേഹം പിന്നീട് മലയാളത്തിലെ ആർട്ട് സിനിമയുടെ ഏറ്റവും ശക്തമായ ശബ്ദങ്ങളിൽ ഒന്നായി. സ്വന്തമായി സിനിമകൾ സംവിധാനം ചെയ്തു. നായകനായി അഭിനയിച്ച മധു തന്നെ പിന്നീട് സംവിധാനത്തിലേക്ക് ഇറങ്ങി. ഗാനരചയിതാവ് P ഭാസ്കരനും സംവിധാന രംഗത്ത് സജീവമായിരുന്നു. ഇത് വെറും ഒരു യാദൃച്ഛികതയല്ല. ഈ ചിത്രം ഒരു സിനിമ മാത്രമായിരുന്നില്ല, അത് ഒരിടമായിരുന്നു, ഒരു പരീക്ഷണശാല. അവിടെ ഒത്തുകൂടിയ ഓരോ പ്രതിഭയും പിന്നീട് സ്വന്തമായി ഒരു ദിശ കണ്ടെത്തി. ഒരു സിനിമ എത്ര പേരുടെ ഭാവിയെ സ്വാധീനിക്കും എന്നതിൻ്റെ ഒരു ഉദാഹരണമാണ് ഓളവും തീരവും.
1970 കേരള സംസ്ഥാന ചലച്ചിത്ര അവാർഡുകളിൽ ഈ ചിത്രം 4 പുരസ്കാരങ്ങൾ നേടി. മികച്ച ചിത്രം, മികച്ച തിരക്കഥ MT വാസുദേവൻ നായർ, മികച്ച ഛായാഗ്രഹണം മങ്കട രവിവർമ്മ, രണ്ടാമത്തെ മികച്ച നടി ഫിലോമിന. സാമ്പത്തികമായും ഈ ചിത്രം വിജയിച്ചു. 1970 ഏറ്റവും കൂടുതൽ കളക്ഷൻ നേടിയ ചിത്രങ്ങളിൽ ഒന്നായി. കലയും വ്യവസായവും ഒരുമിച്ച് സഞ്ചരിക്കാം എന്നതിൻ്റെ ഒരു ഓർമ്മപ്പെടുത്തൽ കൂടിയാണ് ഈ വിജയം. ഓളവും തീരവും കണ്ടു കഴിയുമ്പോൾ ബാക്കിയാകുന്നത് ഒരു കഥയല്ല, ഒരു അനുഭവമാണ്. ഒരു പുഴയുടെ, ഒരു ഗ്രാമത്തിൻ്റെ, ഒരു സമൂഹത്തിൻ്റെ ജീവിതത്തിലേക്കുള്ള ഒരു ജാലകം. സിനിമ വെറും കാഴ്ചയാകേണ്ടതില്ല എന്നതാണ് ഈ ചിത്രം നമ്മോട് പറയുന്നത്. ജീവിതത്തെ അതേപടി കാണിച്ചാൽ മതി. അതിൽ തന്നെ ഒരു കവിതയുണ്ട്, ഒരു സംഗീതമുണ്ട്. PN മേനോൻ, MT, മങ്കട രവിവർമ്മ, MS ബാബുരാജ്, ഈ പ്രതിഭകൾ ഒത്തുചേർന്നപ്പോൾ മലയാള സിനിമ ഒരു പുതിയ ഭാഷ കണ്ടെത്തി. ആ ഭാഷ ഇന്നും മലയാള സിനിമയിൽ ഒഴുകുന്നുണ്ട്. നബീസുവിൻ്റെ അയൽക്കാരിയും കൂട്ടുകാരിയുമായ കാളിക്കുട്ടിയോടുള്ള ഒരു സംഭാഷണം മറക്കാനാകില്ല. വീട്ടിൽ പട്ടിണിയായിട്ട് നബീസു കാളിക്കുട്ടിയോട് അരി വായ്പ ചോദിക്കുന്നു. ഉള്ളതെല്ലാം ഇന്ന് തട്ടിക്കുടഞ്ഞിട്ടു എന്ന് പറഞ്ഞ ശേഷം കുറച്ച് ചോറ് തന്നയക്കട്ടെ എന്ന് ചോദിക്കുന്നുണ്ട്. ഉമ്മ പറഞ്ഞിടങ്ങി അരി വായ്പ തരാൻ. ഓ എന്റെ പെണ്ണെ, ഉള്ളത് അപ്പടിയും തുടച്ചടപ്പത്തിട്ട് അച്ഛൻ പറഞ്ഞിരുന്ന 4 ആൾ ഉണ്ണാനുണ്ടാവുമെന്ന്. ആരാ വരുന്നേരെ ചോദിക്കണോ? കാണാൻ വരുന്നവർ തന്നെ. ഇല്ലാത്ത കാലത്ത് കണ്ടോര് തീറ്റേണ്ട വല്ല കാര്യമുണ്ടോ? ഈ അച്ഛനോട് പറഞ്ഞാല് തിന്നാൻ വരും. ആട്ടെ, നമ്മൾ തമ്മിലല്ലേ, ഇച്ചിരി ചോറ് കിണ്ണത്തിലാക്കി തരട്ടെ. ദാരുണമായ പട്ടിണിയിൽ ഒരുമിച്ച് നിന്ന ഒരു സമൂഹം പിൽക്കാലത്ത് സമൃദ്ധിയിൽ ചിതറുന്നതിൻ്റെ വേദന നമ്മളിലുണ്ടാക്കും. രാപ്പകലില്ലാത്ത ഭക്ഷണ സംസ്കാരവും സമൃദ്ധിയും കേരള സമൂഹത്തിൽ നിന്ന് നഷ്ടപ്പെടുത്തിയത് എന്താണ് എന്ന് ഈ സിനിമ നമ്മോട് പറയാതെ പറയുന്നുണ്ട്. നിങ്ങൾക്കും എന്തോ പറയാനുണ്ടല്ലോ, കമൻ്റായി എഴുതൂ. ഇരലവയിൽ ചിത്രകൂടം വീണ്ടും വരും. ലൈക്ക്, ഷെയർ ആൻഡ് കമൻറ്റ്. മണിമാരൻ തന്നത് പണമല്ല പൊന്നല്ല, മധുരക്കിനാവിന്റെ കരിമ്പിൻ തോട്ടം.